ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് തുറയ്ക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1.5 കപ്പ് വറുത്ത അരിപ്പൊടി, നമ്മുടെ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ പൊടിയാണ്. അത് 1.5 കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കൈക്കണക്കാണ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുക്കണം. 1 കപ്പ് ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണമേ. അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ക്രഷ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ നമ്മുടെ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണമേ. അപ്പോൾ ആദ്യം 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈയുടൻ തന്നെ ഒരു സ്പൂണിൻ്റെ കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ് ഇതൊന്ന് കുഴച്ചെടുക്കാനേ. അപ്പോൾ ആദ്യത്തെ 1 കപ്പ് ഒഴിച്ചപ്പോൾ എനിക്ക് കുറച്ച് മാവൊക്കെ നനയാതെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി എടുത്തിട്ട് അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇത്രയും ഒഴിച്ചു കൊടുത്തു. വീണ്ടും നമുക്കൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് എത്തിയിട്ടില്ല. നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാവേ. 1 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മാവ് നന്നായിട്ടൊരു 2-3 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിതിന് വേണ്ടി ഒരു ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2 മീഡിയം സൈസ് സവാളയാണ് അത് സ്ലൈസായിട്ട് അരിഞ്ഞത്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മതി കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി ഒന്നെടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്ത് അതിൻ്റെ പൾപ്പൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചതാണ് ചെറുതായിട്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഉള്ളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകൾ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല കേട്ടോ. ചിക്കൻ മസാല ഇല്ലെങ്കിൽ ബീഫ് മസാല, അതും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത്രയും മസാല മതി കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചമുളകൊന്ന് മാറിക്കിട്ടട്ടെ. അപ്പോൾ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക്
ഒരു 7-8 പീസ് ബോൺലെസ് ആയിട്ടുള്ള പീസ് കുക്കറിലിട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് കുരുമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു 3-4 വിസിൽ കേക്ക് ഒന്ന് വേവിച്ചെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മസാലക്കൂട്ടും ചിക്കനുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് ഇറച്ചിയിൽ പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ 1-2 മിനിറ്റ് നമ്മൾ എടുത്ത് ഇത് നന്നായിട്ട് തന്നെ ആ സവാളയും മസാലക്കൂട്ടും എല്ലാം ഇത് ചിക്കനിൽ പിടിച്ച് വരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും മസാലക്കൂട്ടുകളൊക്കെ നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായി കുറച്ച് വാഴയില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കുന്ന മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം കേട്ടോ. അത് ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് ആയിരുന്നാലും അത് മീതേപ്പുറം ഒന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് വീണ്ടും ഒന്ന് പരുവപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നത് പോലെ ഒരു ബോൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്ക് വാഴയിലയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കണമേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലൊന്ന് തൊടുകയോ കുറച്ച് എണ്ണ ഒന്ന് കയ്യിലൊന്ന് തടവുകയോ ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതിയേ. അപ്പോൾ ഇതാ ആദ്യത്തെ മാവ് ഞാൻ ഇലയിലേക്ക് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ കുറച്ച് ഫില്ലിങ്സ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ തന്നെ ഇതൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മറു സൈഡ് ഒന്ന് മറ്റേ എൻഡിൽ ഒന്ന് ഒട്ടി വരത്തക്ക വിധത്തിൽ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് സൈഡൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അടുത്തതും നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്തതിന് ശേഷം ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഒരു സൈഡ് വെച്ചിട്ട് പരത്തി കൊടുത്തതിന് ശേഷം മറു സൈഡ് മറ്റേ എൻഡിൽ മുട്ടത്തക്ക വിധത്തിൽ മടക്കി കൊടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ തയ്യാറാക്കിയെടുത്തേ. ഈ സമയം ഒരു ഓട്ടിച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഓട്ടിച്ചിട്ട് ചൂടായിട്ടുണ്ട്. ഒരു 2 എണ്ണം എടുത്ത് നമുക്ക് ചൂടായ ഓട്ടിച്ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതാ ഓട്ടിച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയോട് കൂടി തന്നെ നമുക്കിതുപോലെ തന്നെ വെച്ച് കൊടുക്കാം. നല്ല മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ അടിയിലുള്ള ഇലയുടെ ഭാഗം നന്നായിട്ടൊന്ന് കരിഞ്ഞു വരുവേ. അപ്പോൾ നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ അത് ഒരു സൈഡ് മാവിൽ നിന്ന് വിട്ടും വരും ഇല. അപ്പോൾ മറു സൈഡും കൂടി നമുക്കിതുപോലെ തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു മിനിറ്റ് കൂടി ആയപ്പോൾ നമ്മുടെ ഇല ഞാൻ പുറത്തെടുത്തേ. എന്നിട്ട് നമ്മുടെ പലഹാരം ഒന്നും കൂടി വെച്ച് കൊടുക്കുക. എന്നിട്ട് മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മുരിച്ചെടുക്കുക. ഓരോ പുറവും ഇതുപോലെ മറിച്ചും തിരിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കുക. അപ്പോൾ അതാ നന്നായിട്ട്
മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാം ഞാൻ ചെയ്തെടുത്തേ. അപ്പോൾ രണ്ടാമതിട്ടത് ഞാൻ നന്നായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഞാൻ മുരിച്ചെടുത്തേ. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ചേർത്ത് ഫില്ല് ചെയ്ത് എടുത്ത ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്നും ചേരാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പലഹാരമാണ്. എണ്ണയൊന്നും ചേരാത്തത് കൊണ്ട് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ എണ്ണ ചേരാത്ത കുറച്ചധികം പലഹാരങ്ങൾ ഞാൻ ഇഫ്താർ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ കയറി കാണുകയെ. അപ്പോൾ നമ്മുടെ ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മസാല ചേർത്ത് ഫില്ല് ചെയ്തെടുത്ത് നന്നായിട്ട് ഓട്ടട ചട്ടിയിൽ മൊരിയിച്ചെടുത്ത ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഫില്ലിങ്സൊക്കെ നിറയുണ്ട്. ഇത് നമുക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. മീതെ നല്ല ക്രിസ്പിയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്